വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ അതിദാരുണമായ ദുരന്തത്തിന് ഇരയായവരെ രക്ഷിക്കുന്നതിനും ഇരയായവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുമായി മാതൃകാപരമായ പ്രവർത്തനമാണ് കേരള സർക്കാർ നടത്തിയത്. എന്നാൽ സത്യവിരുദ്ധ പ്രചരണങ്ങളിലൂടെ, കള്ളപ്രചരണങ്ങളിലൂടെ കേരള സർക്കാരിനെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള സംഘടിതമായ ശ്രമം ഏതാനും മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയായ UDFും BJPയും ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം ചെരുപ്പണിയുന്നതിന് മുമ്പ് നുണ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തിയിരിക്കും എന്ന പ്രമാണത്തിന് സമാനമാണ് ഇപ്പോഴത്തെ നുണപ്രചരണം. ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും തുടരെ കള്ളവാർത്തകൾ നൽകി തുടർന്ന് സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള സംഘടിത ശ്രമമാണ് കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടന്നു വരുന്നത്. ഈ കള്ളവാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും അതൊക്കെ വിശ്വസിച്ചിരിക്കും. വയനാട് ദുരന്ത നിവാരണത്തിന് സർക്കാരിൻ്റെ ഭീമൻ ചെലവ് എന്ന തലക്കെട്ട് തന്നെ തെറ്റിദ്ധാരണാജനകമാണ്. ഇതിൽ പരാമർശിക്കപ്പെടുന്ന തുകകളുടെ കണക്ക് ചെലവഴിച്ച തുകയുടേതല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിലെ തുകയാണ്. മെമ്മോറാണ്ടം എന്താണെന്നും ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നും തിരിച്ചറിയാൻ കഴിയാത്തവരല്ല മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും. പക്ഷേ അതറിഞ്ഞുകൊണ്ട് തന്നെ കള്ളപ്രചരണം നടത്തിയത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ്. കേരളത്തിൽ ഇതിനു മുമ്പും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തും ദുരന്ത നിവാരണത്തിനായി മെമ്മോറാണ്ടങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജനങ്ങളുടെ മനസ്സിലേക്ക് നുണപ്രചരണത്തിലൂടെ LDFനെതിരായും കേരള സർക്കാരിനെതിരായും തെറ്റായ ബോധം വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് അടുത്ത ദിവസങ്ങളിലായി നടന്നു വരുന്നത്. പിന്നീട് ഏതാനും മാധ്യമങ്ങൾ തെറ്റ് തിരുത്തി പ്രസ്താവനകൾ നടത്തിയെങ്കിലും അതൊന്നും നുണപ്രചരണം കേട്ടവരുടെ ഒരു ചെറിയ ശതമാനത്തെ പോലും സ്വാധീനിക്കുന്നതല്ല. വയനാട് ദുരന്തം ഉണ്ടായ സന്ദർഭം മുതൽ കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു പദ്ധതി അനുസരിച്ചാണ് ആ പ്രശ്നത്തിൽ ഇടപെട്ടത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ കാലാവസ്ഥ പ്രവചനം കണക്കിലെടുക്കാത്ത കേരള സർക്കാരാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി എന്ന നിലയിൽ പാർലമെൻറ്റിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവന തൊട്ട് തുടങ്ങുന്നു കേന്ദ്രത്തിൻ്റെ ഗൂഢാലോചന. ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ് അന്ന് നടന്നത്. പക്ഷേ അതിന് വലിയ ആയുസ്സുണ്ടായില്ല. ദുരന്തം സംഭവിച്ച് 11 ദിവസം കഴിഞ്ഞ് പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശനത്തിലെത്തി. അത് വലിയ വാർത്തകളായി എല്ലാ മാധ്യമങ്ങളും നല്ല നിലയിൽ പ്രചരിപ്പിച്ചു. എന്നാൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ സന്ദർഭത്തിലോ അത് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമോ യാതൊരു തര ആശ്വാസ പദ്ധതിയും ഇതുവരെ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയ ദിവസം തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി നിവേദനം സമർപ്പിച്ചിരുന്നു. ആദ്യത്തെ നിവേദനം തള്ളിക്കളഞ്ഞ കേന്ദ്ര സർക്കാർ വിശദമായ നിവേദനം വേണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് സംസ്ഥാന സർക്കാർ, ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇടപെട്ട് വിശദമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിച്ചു. ഈ നിവേദനങ്ങൾ സമർപ്പിച്ച 50 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ചില്ലിക്കാശ് പോലും കേരളത്തിന് സഹായമായി നൽകാൻ സന്നദ്ധമാകാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെക്കുറിച്ച് ഒരു പ്രതിഷേധവും ഒരു വാക്കിലോ നോക്കിലോ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പ്രകടിപ്പിച്ചില്ല. എന്നാൽ കിട്ടുന്ന ഓരോ സന്ദർഭത്തിലും സംസ്ഥാന സർക്കാരിനെ അവഹേളിക്കാനും അപമാനിക്കാനുമാണ് എല്ലാവരും ശ്രമിച്ചത്. വ്യാജ വാർത്ത വായിക്കുന്നവരും കേൾക്കുന്നവരും എല്ലാവരും അത് പിന്നീട് തിരുത്തി സത്യം പ്രസിദ്ധീകരിച്ചാൽ പോലും
എല്ലാവരും അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യത്തോടെ തന്നെയാണ്, വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ കള്ളപ്രചാരവേലകൾ നടത്തിയതെന്ന് ആർക്കും ബോധ്യമാവും. സംസ്ഥാനത്തോട്, കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് പ്രകടിപ്പിക്കുന്ന നിലപാടുകൾ, കൈക്കൊള്ളുന്ന നിലപാടുകൾ സംബന്ധിച്ച് നിരവധി അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്, മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട്. 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതു മുതൽ സംസ്ഥാനത്തെ ഓരോ പ്രശ്നങ്ങളോടും കേന്ദ്രം സ്വീകരിച്ച നിലപാടെന്താണ്? 2014 മുതൽ 24 വരെയുള്ള 10 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം ദുരന്തങ്ങൾ കേരളത്തിലുണ്ടായി? ഏതിനാണ് കേന്ദ്രം കാര്യമായി സഹായിച്ചത്? മെമ്മോറാണ്ടങ്ങൾ സമർപ്പിക്കാഞ്ഞിട്ടല്ല. 2013 കേരളത്തിലുണ്ടായ മഴക്കെടുതിക്ക് 503 കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം നിവേദനം നൽകി. 2014 ഗവൺമെൻറ്റാണ് അത് പരിഗണിക്കേണ്ടിയിരുന്നത്. 14 നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിലെത്തിയിരുന്നു. ഒരു പൈസ പോലും കേരളത്തിന് അനുവദിച്ചില്ല. 2016 പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം, ആ ദുരന്തത്തിന് നഷ്ടപരിഹാരവും സഹായധനം നൽകേണ്ട ആവശ്യവും മുൻനിർത്തി 48.15 കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാനം നിവേദനം നൽകി. ചില്ലിക്കാശ് പോലും കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചില്ല. 2019 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം, അന്ന് വലിയ കെടുതിയാണ് സംസ്ഥാനത്തുണ്ടായത്. നിരവധി വീടുകൾ തകർന്നുപോയി, കൃഷിനാശമുണ്ടായി, മരണങ്ങളുണ്ടായി. സംസ്ഥാന സർക്കാർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 20,101 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കി കേന്ദ്രത്തിന് മുമ്പിൽ നിവേദനം സമർപ്പിച്ചു. പ്രത്യേകമായ ഒരു സഹായവും അന്ന് അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. പേരിന് കിട്ടിയ ചില സംഭവങ്ങൾ നോക്കിയാൽ തന്നെ 2014 വരൾച്ചാ നാശത്തിന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട 992 കോടി രൂപയുടെ സഹായത്തിന് ലഭിച്ചത് 31 കോടി രൂപ മാത്രമാണ്. 2016-17 വർഷത്തിലുണ്ടായ വരൾച്ചാ നാശത്തിന് 992 കോടി രൂപയുടെ സഹായം കൃത്യമായ കണക്കുകളോടുകൂടി കേരളം സമർപ്പിച്ചു. കേന്ദ്രം നൽകിയത് വെറും 31 കോടി രൂപ മാത്രമാണ്. 2018 മഹാപ്രളയകാലത്ത് കേരളത്തിന് നേരിട്ട നാശനഷ്ടങ്ങൾ കണക്കാക്കി 4,796 കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ട് നിവേദനം നൽകി. 2,904 കോടി രൂപയാണ് അന്ന് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. എന്നാൽ ഈ വസ്തുതകളൊന്നും കണക്കിലെടുക്കാതെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കേരള സർക്കാർ ധൂർത്തടിക്കുന്നതിനെക്കുറിച്ചും വയനാട് ദുരന്ത നിവാരണ ഫണ്ട് കൊള്ളയടിക്കുന്നു എന്ന രൂപത്തിലും അനാവശ്യമായി ദുർവ്യയം ചെയ്യുന്നു എന്ന രൂപത്തിലുമുള്ള വാർത്തകൾ നൽകി സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇതിനു മുമ്പ് വയനാട്ടിലുണ്ടായ പുത്തുമല ഉരുൾപൊട്ടൽ സംഭവം, മലപ്പുറം ജില്ലയിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം, കേരളം അന്ന് ആവശ്യപ്പെട്ടത് 2,101 കോടി രൂപയാണ്. കേന്ദ്ര ഗവൺമെൻറ് യാതൊന്നും ചെയ്തില്ല. 2012 വരൾച്ചയെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ നാശനഷ്ടം കണക്കാക്കിയത് 19,000 കോടി രൂപയാണ്. കേരളത്തിന് ലഭ്യമായത് വെറും 100 കോടി രൂപ മാത്രമാണ്. വളരെ നിസ്സാരമായ ഒരു തുക മാത്രമാണ് കേരളത്തിന് അനുവദിച്ചത്. അതേ അവസരത്തിൽ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഈ ക്രൂരമായ നിലപാട് നമ്മുടെ മുമ്പിലിരിക്കെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന ദുരന്തത്തിന് കൈയയച്ച് സഹായം നൽകാൻ കേന്ദ്രം മടി കാണിക്കുന്നില്ല. അടുത്ത കാലത്ത് തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് 3,448 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകിയത്. ആന്ധ്രയിലെ BJPയുടെ സഖ്യകക്ഷിയായ TDP ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ഉടൻ തന്നെ സന്ദർശനം നടത്തി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ധനസഹായം. നിവേദനം കിട്ടിയതിന് ശേഷം കണക്ക് പരിശോധിച്ച് കൊടുക്കുന്ന രീതിയല്ല കേന്ദ്രത്തിനുള്ളതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവിടെ ആകെ മരണം 35ആണ്. കേരളത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിലെ ആകെ മരണം ഏകദേശം 500ഓളമാണ്. കൃത്യമായ കണക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല, ലഭ്യമായ കണക്കുകളനുസരിച്ച്. 2021 മുതൽ 25 വരെയുള്ള 5 വർഷ കാലയളവിൽ കേരളത്തിന് നിസ്സാരമായ തുകയാണ് പ്രകൃതി ദുരന്ത ദുരിതാശ്വാസമായി അനുവദിച്ചത്.
1851 കോടി രൂപ 5 വർഷം കൊണ്ട് നൽകിയത്. എന്നാൽ ആന്ധ്രാപ്രദേശിന് 6591 കോടി രൂപ നൽകി. ഗുജറാത്തിന് 7082 കോടി രൂപ, മഹാരാഷ്ട്രക്ക് 10728 കോടി രൂപ, UPക്ക് 11396 കോടി രൂപ. ഇനി അടുത്ത ദിവസങ്ങളിലുണ്ടായ സിക്കിം വെള്ളപ്പൊക്കം സംഭവം ഉണ്ടായ ഉടനെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ സംസ്ഥാനം സന്ദർശിച്ചു. അവിടെ വെച്ച് ധനസഹായം പ്രഖ്യാപിച്ചു. എന്തേ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് അതുപോലൊരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല? കേരളത്തോടൊരു സമീപനം, BJPയോ BJPയുടെ സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് മറ്റൊരു സമീപനം. ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ ബാധ്യത നിറവേറ്റൽ ഇങ്ങനെയാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വയനാട്ടിൽ കൃത്യമായി BJP രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തിന് അർഹമായ നഷ്ടപരിഹാരവും സഹായവും ലഭ്യമാക്കാൻ എന്ത് ചെയ്തു? എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കുന്നില്ല? ദുരന്ത നിവാരണത്തിനാവശ്യമായ എന്തെങ്കിലും സഹായം കേന്ദ്രം ചെയ്താൽ സൈനിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് ചെലവ് ആവശ്യപ്പെടുന്ന അനുഭവം കേരളത്തിനുണ്ട്. 2018 മഹാപ്രളയകാലത്ത് സൈനിക സഹായം നൽകിയതിൻ്റെ ബില്ല് പിന്നീട് അയച്ചു തന്നു. അരി നൽകിയതിൻ്റെ ബില്ല് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് അയച്ചു. ഈ അനുഭവങ്ങളൊക്കെ കേരളത്തിനുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ വയനാട് ദുരന്തം ഉണ്ടായ ഉടനെ നടത്തിയ ഫലപ്രദമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരാൾക്കും ഒരു വിമർശനവും ഇന്നുവരെ ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. 4 മന്ത്രിമാരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി ദിവസങ്ങളോളം വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. നിരവധി മന്ത്രിമാർ അതിന് പുറമെ അവിടെ സന്ദർശനം നടത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെ സന്ദർശനം നടത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ്, ഫയർഫോഴ്സ്, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈദ്യുതി ജീവനക്കാർ ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിലെ ആളുകൾ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ അനുഭവമാണ് നമുക്കുള്ളത്. അതിൻ്റെ പുറമെയാണ് യുവജന സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ ഇവരെല്ലാം നൽകിയ വലിയ സേവനം. ഇത് കേരളത്തിൻ്റെ ഇത്തരം സംഭവങ്ങൾ, പ്രശ്നങ്ങൾ വന്നാൽ, ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ വന്നാൽ എങ്ങനെയാണ് അതിനോട് സമീപിക്കുന്നതെന്ന് മറ്റുള്ളവർക്കെല്ലാം അനുഭവമാവത്തക്ക നിലയിൽ പകൽ വെളിച്ചം പോലെ നമ്മുടെ മുമ്പിൽ വന്നതാണ്. ആ കാലത്തൊന്നും അതിനെയൊന്നും വിമർശിക്കാൻ കഴിയാത്തവർ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരം ലഭിക്കുന്നു എന്ന് കാണുമ്പോൾ രാഷ്ട്രീയ വിദ്വേഷം വെച്ചുകൊണ്ടുള്ള പ്രചാരവേലകൾ നടത്താൻ മുന്നോട്ട് വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ അനുഭവം. ദുരിതത്തിനിരയായ 794 കുടുംബങ്ങളെ 28 ദിവസം കൊണ്ട് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഗവൺമെൻറ് കഴിഞ്ഞു. പുനരധിവാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റി. മുണ്ടക്കൈ LP സ്കൂളും വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മേപ്പാടിയിൽ താൽക്കാലികമായി പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. ദുരന്ത മേഖലയിൽ 607 വിദ്യാർത്ഥികളുടെ പഠനം പുനരാരംഭിച്ചു. 50-ാം ദിവസം പൂട്ടിക്കിടന്ന തേയിലത്തോട്ടങ്ങൾ വീണ്ടും തുറന്ന് തൊഴിലാളികൾക്ക് ജോലി നൽകാൻ സാധിച്ചു. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കി, അതിൻ്റെ കോപ്പികൾ ലഭ്യമാക്കി. ഇങ്ങനെ പ്രവർത്തിച്ച ഒരു സർക്കാരിനെയാണ് അപമാനിക്കുന്നത്. 114 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം സഹായം നൽകി. മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും മറ്റുമായ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, DNA പരിശോധനയിലൂടെ തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യ ശരീര അവയവങ്ങൾ വെച്ച് കുടുംബത്തിന് വിവരങ്ങൾ നൽകാൻ ഗവൺമെൻറ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, മരണം സംഭവിച്ച ഓരോ കുടുംബത്തിനും 10,000 രൂപ വീതം സഹായധനം നൽകിയത്, വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് 670 കുടുംബങ്ങൾക്കാണ് മാസവാടക 600 രൂപ വീതം പ്രതിമാസം നൽകിക്കൊണ്ടിരിക്കുന്നത്. 1557 പേർക്ക് ദിവസം പ്രതി 300 രൂപ വീതം നൽകി. ഇതിനൊക്കെ ആവശ്യമായി വരുന്ന തുക ചെലവഴിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് 1 പൈസ പോലും ഈ നിമിഷം വരെ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടില്ല. കേരള സർക്കാർ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കൈയച്ച് സംഭാവന നൽകണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ മനുഷ്യസ്നേഹികളായ ജനങ്ങൾ കൈയച്ച് സഹായം ചെയ്തു തുടങ്ങി. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, തൊഴിലാളികൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും അവരവരുടെ കഴിവിനനുസരിച്ച് വയനാട് ദുരന്ത നിവാരണ ഫണ്ടിലേക്ക്, സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് സംഭാവന നൽകാൻ മുന്നോട്ട് വന്നു. ആ സന്ദർഭത്തിൽ അതിനെയും തുരങ്കം വെക്കാൻ ശ്രമിച്ചു കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ. ഫണ്ട് നൽകേണ്ടതില്ല എന്ന് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിലൊന്നും ഒരു വിമർശനവും നടത്താൻ മുന്നോട്ട് വരാത്ത മാധ്യമങ്ങൾ ഒരു കള്ള വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി സർക്കാരിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത്.
മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കാതെ കയ്യിൽ കിട്ടിയത് അതേപടി ടെലികാസ്റ്റ് ചെയ്യുക, പത്രത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നത് എന്ത് മര്യാദയാണ്? ഇത് സത്യവിരുദ്ധമായ വാർത്തകളാണെന്ന് പിന്നീട് പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്നപ്പോഴാണ് ചിലർ കുറ്റബോധത്തോടുകൂടി വളരെ പതുങ്ങിയ സ്വരത്തിൽ ഞങ്ങൾക്ക് പെശക് സംഭവിച്ചു എന്നൊക്കെ പറയാൻ മുതിർന്നത്. ഇപ്പോഴും അത് പറയാൻ മുതിരാത്ത മാധ്യമപ്രവർത്തകരുണ്ട്. മാത്രമല്ല, UDF, BJP തുടങ്ങിയ കക്ഷികൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും സർക്കാരിനോടും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു സംസ്ഥാനത്തോടുള്ള വിരോധമായി മാറിയാലോ? സംസ്ഥാനം നടത്തുന്ന ഈ പ്രവർത്തനത്തിന് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഫലപ്രദമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തെ വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് നൽകുന്ന മെമ്മോറാണ്ടം, ദുരിതാശ്വാസം സംബന്ധിച്ച് തയ്യാറാക്കുന്ന കണക്കുകൾ ഇതെല്ലാം വ്യാജമാണെന്നും പെരുപ്പിച്ച് കാണിച്ചതാണെന്നും പ്രചരിപ്പിക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? ഗവൺമെൻറ് ചെലവഴിച്ച തുകയല്ല എന്ന് പ്രതിപക്ഷത്തിന് അറിയാത്തതുകൊണ്ടാണോ? ദുരിതാശ്വാസ ഫണ്ട് ചെലവഴിക്കുമ്പോൾ CNDG ഓഡിറ്റിങ്ങിന് പോലും വിധേയമായ ഒരു കണക്കാണതെന്ന് ദീർഘകാലം ഭരണത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസിലെ മുന്നണിക്കാർക്കും അറിയാത്തതാണോ? വസ്തുതകൾ വളച്ചൊടിച്ച് ഒരു സർക്കാരിനെ മുഴുവൻ ആരോപണത്തിൻ്റെ മറയിൽ നിർത്താനുള്ള പരിശ്രമമാണ് കേരളത്തിൽ നടത്തിയത്. ഇത് യഥാർത്ഥത്തിൽ വയനാട്ടിൽ ദുരന്തം നേരിട്ടവരുടെ കുടുംബങ്ങളോട്, വയനാട്ടിലെ ജനതയോട് കാണിച്ച ഒരു ക്രൂരമായ രാഷ്ട്രീയ കളിയാണ്. സംസ്ഥാനത്തിന് ഇന്നുവരെ ഒരു പൈസയുടെ ധനസഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മനുഷ്യത്വരഹിതമാണ്. ഇതിനെതിരായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരം ഉയർന്നു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നമസ്കാരം.